അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാം ചെയ്യുന്ന പാപങ്ങൾ നമ്മുടെ ഹൃദയത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നും അത് ശരീരത്തിൽ എങ്ങനെയാണ് സേവ് ചെയ്യപ്പെടുന്നത് എന്നും ശരീരത്തിൽ ആ പാപങ്ങൾ ഏതവസ്ഥയിലാണ് നിൽക്കുന്നത് എന്നും പാപമാലിന്യങ്ങളായി നമ്മുടെ ശരീരത്തിലുണ്ട് എന്നും നാം കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെയെല്ലാം ബോധ്യപ്പെട്ടു. ഈ പാപങ്ങൾ മറ്റൊരു തരത്തിൽ നമ്മെ ബാധിക്കുന്ന അവസ്ഥയാണ്, അല്ലെങ്കിൽ പാപങ്ങൾ മുഖേന ഉണ്ടാകുന്ന മറ്റു ചില പ്രയാസങ്ങളെ പറ്റിയാണ് ഈ ക്ലാസ്സിൽ പരാമർശിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഒരു ഹദീസിൽ നിന്ന് ആ കാര്യം തുടങ്ങാം. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഒരുപോലെ നിവേദനം ചെയ്ത മുത്തഫഖുൻ അലൈഹിയായ ഒരു വചനത്തിലൂടെ നമുക്കത് തുടങ്ങാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അരുൾ ചെയ്തു, മാ യുസീബുൽ മുസ്ലിമ മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഹുസ്നിൻ വലാ അദൻ വലാ ഗമ്മിൻ ഹത്ത ശൗകത യുഷാഖുഹാ ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ ഖതായാഹു. ഒരു മുസ്ലിം വ്യക്തിക്ക് ബാധിക്കുന്ന വിഷമങ്ങൾ, ചെറുതും വലുതുമായ ഓരോ വിഷമങ്ങളും അഥവാ നസബുകൾ, രോഗങ്ങൾ തുടങ്ങി വേദനകൾ തുടങ്ങി ഒക്കെ ഉണ്ടാകുന്ന ചെറുതും വലുതുമായ ഓരോ വിഷമങ്ങളും, വല വസബിൻ ഓരോ കഷ്ടപ്പാടുകളും സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ജീവിത ഭാരം വന്നുപെടുന്നത്, അതേപോലെ തന്നെ വല ഹമ്മിൻ ആശങ്കകൾ, ജീവിതം എങ്ങനെ മുന്നോട്ടു പോകും എന്ന ആശങ്ക നിറഞ്ഞ ഒരു പ്രയാസം ജീവിതത്തിൽ ഉണ്ടാക്കുന്നത്, വല ഹുസ്നിൻ അല്ലെങ്കിൽ സങ്കടം വരുത്തുന്ന ജീവിതമായി മാറ്റുന്നത്, വല അദൻ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്ന അവസ്ഥ ഉണ്ടാകുന്നത്, വല ഗമ്മിൻ മനോവിഷമങ്ങൾ വരുന്നത്, ഹത്ത ശൗകത യുഷാഖുഹ അങ്ങനെ തുടങ്ങി ഒരു മുള്ള് കാലിൽ തറക്കുന്നത് വരെയുള്ള ഒരു ചെറിയ വിഷയം വരെ, ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ ഖതായാഹു അതൊക്കെ അവനിൽ ഉള്ള ഖതീഅത്തുകൾക്കുള്ള പ്രായശ്ചിത്തമായിട്ടാണ്, കഫാറത്തായിട്ടാണ് സംഭവിക്കുന്നത്. അപ്പോൾ വിഷമങ്ങൾ വരുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ഖതീഅത്തുകൾ കൊണ്ടാണ്. ആ ഖതീഅത്തുകൾ നീക്കുവാനുള്ള അള്ളാഹു നിശ്ചയിച്ച ഒരു വ്യവസ്ഥയാണ് ഇത്. അത് ആദ്യം തൗബയിലൂടെയാണ്, ഇസ്തിഗ്ഫാറിലൂടെയാണ് നാം അതിൽ നിന്ന് പരിഹാരം കണ്ടെത്തേണ്ടത്. സൽക്കർമ്മങ്ങളിലൂടെയാണ് അതിൽ നിന്ന് പരിഹാരം കണ്ടെത്തേണ്ടത്. അത് രണ്ടും പരിമിതമാകുമ്പോൾ ആ ഖതീഅത്തുകൾ, പാപം ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യുന്നതിന് വേണ്ടി അള്ളാഹു തരുന്നതാണ് ഈ വിഷമങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളുമൊക്കെ. അപ്പോൾ ഖതീഅത്തുകൾ നമുക്ക് രോഗകാരണമായി മാറുന്നു, പ്രയാസങ്ങൾക്ക്, ജീവിത പ്രയാസങ്ങൾക്ക് കാരണമായി മാറുന്നു. മുത്തഫഖുൻ അലൈഹിയായ ഒരു വചനത്തിലാണ് ഈ കാര്യം നമ്മെ ഉണർത്തുന്നത്. പ്രയാസങ്ങളും രോഗവുമൊക്കെ നാം ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒന്നാണ്. അത് ഉണ്ടാകണം എന്ന് നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല. എന്നിട്ടും അത് സംഭവിക്കുന്നുവെങ്കിൽ അതിനൊരു കാരണവുമുണ്ട്. ആ കാരണത്തിലൂടെയല്ല നമ്മുടെ ഖതീഅത്തുകൾ, നമ്മുടെ പാപം ശരീരത്തിൽ നീങ്ങേണ്ടത് എന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. ആഗ്രഹം നടപ്പാകണമെങ്കിൽ ആദ്യം സൂചിപ്പിച്ച ഇസ്തിഗ്ഫാറിലേക്ക് നാം തിരിച്ചു വരണം. ജീവിതത്തിൽ അതൊരു ഭാഗമായി, നിരന്തരമായ സ്വഭാവമായി മാറണം. അല്ല എങ്കിൽ ഇത്തരത്തിലുള്ള രോഗവിഷമങ്ങളൊക്കെ വന്നുകൊണ്ടായിരിക്കും അതിനൊരു പരിഹാരം കണ്ടെത്തുക, അതിന് പ്രായശ്ചിത്തമായി മാറുക.
അതുമാത്രമല്ല, പ്രകൃതിയിൽ സംഭവിക്കുന്ന, നമ്മുടെ ചുറ്റുപാടുകൾ സംഭവിക്കുന്ന, ഈ ഭൂമിയിൽ സംഭവിക്കുന്ന ഓരോ വിപത്തുകളുടെയും ദുരന്തങ്ങളുടെയും കാരണവും വളരെ കൃത്യമായി തന്നെ വിശുദ്ധ ഖുർആനിലൂടെയും സുന്നത്തിലൂടെയും നമ്മെ ഉണർത്തുകയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുർ റൂം 41, നാം അത് മുമ്പൊക്കെ സൂചിപ്പിച്ചതാണ്. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ, കടലിലും കരയിലും ഫസാദുകൾ, അള്ളാഹുവിൻ്റെ വ്യവസ്ഥ തകിടം മറിഞ്ഞു പോകുന്ന അവസ്ഥകൾ, കുഴപ്പങ്ങൾ വ്യാപകമായിരിക്കുന്നു. ബിമ കസബത്ത് ഐദിന്നാസ്, മനുഷ്യർ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി. കരയിലും കടലിലും എന്ന് പറയുമ്പോൾ ഭൂമിയിലാകെ ഫസാദുകൾ, പ്രയാസങ്ങൾ, ദുരിതങ്ങൾ ഉണ്ടാകുന്നത് മനുഷ്യകരങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി ഉണർത്തുകയാണ്. മനുഷ്യർ പ്രയോഗിക്കുന്ന ചില വാക്കുകൾ, ചില പ്രയോഗങ്ങൾ, അതിൻ്റെ ഗൗരവം വിശുദ്ധ ഖുർആൻ ഉണർത്തുന്നത് നോക്കൂ. തകാദുസ്സമാവാതു യതഫത്തർന മിൻഹു, ആ വാക്ക് കാരണം, ആ ഡയലോഗ് കാരണം ആകാശങ്ങളൊന്നാകെ പൊട്ടിപ്പിളറുമാറായിരിക്കുന്നു. പിളറാൻ മാത്രമുള്ളതാണത്. വതൻഷഖുൽ അർദു, ഭൂമി വിണ്ടുകീറുന്ന തരത്തിലുള്ള വിണ്ടുകീറാൻ മാത്രമുള്ളതാണത്. വതഖിറുൽ ജിബാലു ഹദ്ദ, പർവ്വതങ്ങൾ തകർന്നു വീഴാൻ മാത്രമുള്ളതാണത്. എന്താണ് ആ വാക്ക്? അൻ ദഅൗ ലിർറഹ്മാനി വലദ, പരമകാരുണ്യകനായവൻ, ഏകനായ റഹ്മാൻ, അവന് സന്താനം സ്വീകരിച്ചു എന്ന വാക്ക്, എന്ന വാദം ഈ പ്രപഞ്ചത്തെ നശിപ്പിക്കാൻ മാത്രം, പ്രപഞ്ചം ആകാശങ്ങളൊന്നാകെ പൊട്ടിപ്പിളരാൻ, ഭൂമി വിണ്ടുകീറാൻ, പർവ്വതങ്ങൾ തകർന്നു വീഴാൻ മാത്രം ഗൗരവമുള്ള ഗുരുതരമായ വാക്കാണ്. ചില വാക്കുകൾ ബോംബിനേക്കാൾ, ആറ്റം ബോംബിനേക്കാൾ പ്രഹരശേഷിയുണ്ടെന്ന്, അതിന് വലിയ ഗുരുതരമായ നെഗറ്റീവ് എനർജി ഉണ്ടെന്ന് ഈ വചനം സൂചിപ്പിക്കുകയാണ്. ഇതൊക്കെ ഭൂമിയിൽ സംഭവിക്കുന്ന, ചെയ്യുന്ന ഈ പാപങ്ങളുടെ എല്ലാ ഭാരങ്ങളും കെട്ടഴിച്ച് അതെല്ലാം തുറന്നു പറയുന്നൊരു സന്ദർഭം ഉണ്ടാകുമെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ ഉണർത്തുകയാണ്. യൗമൈദിൻ തുഹദ്ദിസു അഖ്ബാറഹ, ആ ദിവസം അഥവാ അന്ത്യദിനം വന്നണയുമ്പോൾ അതതിൻ്റെ വാർത്തകൾ പറയും. ബി അന്ന റബ്ബക ഔഹലഹ, നിന്റെ രക്ഷിതാവ് അതിന് ബോധനം നൽകിയിരിക്കുന്നു, ബോധനം നൽകിയതാണ്. അപ്പോൾ ചെയ്യുന്ന പാപങ്ങളെല്ലാം നമ്മുടെ പരിതസ്ഥിതിയിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ, നാം ജീവിക്കുന്ന നാട്ടിൽ, നമ്മുടെ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നതാണെന്നും അതത് വെളിപ്പെടുത്തപ്പെടുമെന്നും ഉണർത്തുകയാണ്. മാത്രമല്ല നമ്മുടെ ശരീരവും അതിന് സാക്ഷിയാണ്. വിശുദ്ധ ഖുർആൻ ഉണർത്തുകയാണ്. മാ കുന്തും തസ്തതിറൂന അൻ യശ്ഹദ അലൈക്കും സമഉകും വഅബ്സാറുകും വലാ ജുലൂദുകും. മാ കുന്തും തസ്തതിറൂന, നിങ്ങൾക്ക് മറപിടിക്കാൻ കഴിയുമായിരുന്നില്ല. അൻ യശ്ഹദ അലൈക്കും സമഉകും, നിങ്ങളുടെ കേൾവിശക്തി സാക്ഷ്യം വഹിക്കുന്നതിനെ, കാണുന്നതിനെ. വലാ അബ്സാറുക്കും, നിങ്ങളുടെ കാഴ്ചയും, നിങ്ങളുടെ കാഴ്ച ശക്തിയും കണ്ണും സാക്ഷ്യം വഹിക്കുന്നതിനെ, അത് കാണുന്നതിനെ, അതിന് സാന്നിധ്യമാകുന്നതിനെ. വലാ ജുലൂദുക്കും, നിങ്ങളുടെ തൊലി, ശരീരം മുഴുവനും ആവരണം ചെയ്തിരിക്കുന്ന തൊലികളും അതിന് സാക്ഷികളായി നിൽക്കുന്ന, അതിന് സാന്നിധ്യമായി നിൽക്കുന്നതിനെ മറച്ചു പിടിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. വലാകിൻ ദനൻതും, പക്ഷെ നിങ്ങൾ വിചാരിച്ചിരിക്കുകയാണ്, അന്നല്ലാഹ ലാ യഅലമു കസീറൻ മിമ്മാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്ന അധിക കാര്യങ്ങളൊന്നും അള്ളാഹു അറിയുന്നില്ല എന്ന്. അള്ളാഹു അതൊക്കെ രേഖയായി, സാക്ഷ്യമായി, സാന്നിധ്യമായി സൂക്ഷിച്ചു വച്ചിരിക്കുന്നു എന്ന് നമ്മുടെ ശരീരം, നമ്മുടെ തൊലികൾ, നമ്മുടെ കണ്ണ്, കാത് എല്ലാം, കൈകൾ എല്ലാം
അത് സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. വദാലിക്കും ദന്നുക്കും ഉല്ലദീ ദനൻതും ബിറബ്ബിക്കും. ആ ഒരു ധാരണ, നിങ്ങളുടെ രക്ഷിതാവിനെ പറ്റിയുള്ള ആ നിസ്സാരമായ ധാരണ അതിറാക്കും അറുതാക്കും നിങ്ങളെ തകർത്തിരിക്കുന്നു, നിങ്ങളെ നശിപ്പിച്ചിരിക്കുന്നു. ഫാസ്ബഹ്തും മിനൽ ഖാസിരീൻ, നിങ്ങൾ നഷ്ടക്കാരായി മാറിയിരിക്കുന്നു. നമ്മുടെ കണ്ണും നമ്മുടെ കാതും നമ്മുടെ തൊലികളും നമ്മുടെ കയ്യും കാലുമൊക്കെ നാം ചെയ്ത തിന്മകൾ ഏറ്റുപറയുന്ന, സാക്ഷ്യം വഹിക്കുന്ന. ഒതുക്കല്ലിമുന ഐദീഹിം, അവിടെ കൈകൾ നമ്മോട് പറയും. ഒത്തഷ്ഹദു അർജുലുഹും, അവിടെ കാലുകൾ അതിന് സാക്ഷി നിൽക്കുമെന്നൊക്കെ പറഞ്ഞ നമ്മുടെ കൈകളിലും കാലുകളിലുമൊക്കെ, ശരീരത്തിലും അന്തരീക്ഷത്തിലും ഈ ഭൂമിയിലും ഒക്കെയും പരന്നു കിടക്കുന്ന ഒരു ദുഷ്ട എനർജിയായി നമ്മുടെ പാപഭാരങ്ങൾ കിടക്കുന്നു എന്ന് ഉണർത്തുകയാണ് വിശുദ്ധ ഖുർആൻ. വളരെ വ്യക്തമായി നമ്മെ ഉണർത്തുകയാണ്. ഇങ്ങനെയുള്ള ഈ വ്യവസ്ഥയെ മറന്നുകൊണ്ടാണോ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്? ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും അനുകൂലമാണെന്നാണോ നമ്മൾ വിചാരിക്കുന്നത്? നാം ചെയ്യുന്ന കാര്യത്തിന് കൈകൊണ്ട് നാം കരുതിക്കൂട്ടി ചെയ്യുന്നൊരു തിന്മയ്ക്ക് ഈ കൈകൾ നമുക്ക് അനുകൂലമായിരിക്കുമെന്നാണോ വിചാരിക്കുന്നത്? നമ്മുടെ തൊലികൾ അനുകൂലമായിരിക്കുമെന്നാണോ വിചാരിക്കുന്നത്? നാം കാണുന്ന ഒരു ദുഷ്ടക്കാഴ്ച ആ കണ്ണ് നമുക്ക് അനുകൂലമായിരിക്കുമെന്നാണോ വിചാരിക്കുന്നത്? എല്ലാം രേഖപ്പെടുത്തപ്പെടുന്ന ശരീരത്തിൽ, ഈ ഭൂമിയിൽ, അന്തരീക്ഷത്തിൽ നമ്മെ ആകർഷിച്ചു കൊണ്ടിരിക്കുന്ന, ഈ ദുനിയാവിൽ തന്നെ അതിൻ്റെ അനന്തരഫലം ആകർഷിക്കാനിരിക്കുന്ന, എപ്പോഴാണോ നാം നന്നാകാൻ ഒരു സമയം റബ്ബ് തന്നതുകൊണ്ട് മാത്രമാണ് അത് വരാതിരിക്കുന്നത്. അതിൻ്റെ സാഹചര്യവും സന്ദർഭവും വരുമ്പം തിരിച്ച് ശരീരത്തിലേക്ക് തന്നെ, നമ്മിലേക്ക് തന്നെ തിരിച്ചടിക്കപ്പെടുന്ന, നമ്മെ ആകർഷിച്ചു കൊണ്ടിരിക്കുന്ന തിന്മകൾ, അതിൻ്റെ അനന്തരഫലം ഈ ഭൂമിയിലുണ്ട്. പരലോകത്തും അതിൻ്റെ ദുരന്തങ്ങൾ സംഭവിക്കും എന്നുണർത്തുകയാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു വചനം കൂടെ നമുക്ക് മനസ്സിലാക്കാം. ഖാല അഖ്ബല അലൈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളുടെ അടുക്കിലേക്ക് കടന്നു വന്നു. വഖാല യാ മാശറൽ മുഹാജിരീൻ, എന്നിട്ട് മുഹാജിറുകളെ എന്ന് അഭിസംബോധന ചെയ്തു. അവരോടാണ് പറയുന്നത്. ദീനിന്റെ മാർഗത്തിൽ ഏറ്റവും ത്യാഗം ചെയ്ത ആ സഹാബി വൃന്ദത്തിനോട് പറയുകയാണ്, ഹംസുൻ ഇദബ്തുലൈതും, 5 കാര്യങ്ങൾ നിങ്ങൾക്ക് പരീക്ഷിക്കപ്പെടും. ബിഹിന്ന വഅഊദു ബില്ലാഹി അൻ തുദ്രികൂഹുന്ന, നിങ്ങൾക്കത് വരാതിരിക്കാൻ ഞാൻ അള്ളാഹുവിനോട് ഇസ്തിആദത്ത്, അഭയം തേടിയിരിക്കുന്നു. നിങ്ങൾക്കത് വന്നുകൊള്ളണമെന്നില്ല, പക്ഷേ ഈ സമുദായത്തിന് അത് വരും. എന്താണത്? ലം തൽഹരിൽ ഫാഹിഷത്തു, നീചവൃത്തികൾ വ്യാപകമാവുകയില്ല. ഫി ഖൗമിൻ, ഒരു സമൂഹത്തിൽ, ഖത്തു ഹത്താ യുഅ്ലിനൂ ബിഹാ, അതിങ്ങനെ പരസ്യമായി അറിയപ്പെടുന്ന ഒരു കാലം വരുമ്പോൾ, ഇല്ലാ ഫശാ ഫീഹിമു ത്വാഊൻ, പകർച്ചവ്യാധികൾ കൊണ്ട് വ്യാപകമാകും. വല്ലൗജാഉ, രോഗങ്ങളും, അല്ലത്തി ലം തകുൻ മളത് ഫി അസ്ലാഫിഹിമുല്ലദീന മളൗ, കഴിഞ്ഞുപോയ തലമുറകൾക്കൊന്നും അനുഭവമില്ലാത്ത നൂതനമായ പുതിയ പുതിയ രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കും. വലം തൻഖുസുൽ മിക്യാല വൽ മീസാന, അളത്തവും തൂക്കവും കൃത്യമാക്കാൻ സാമ്പത്തിക അഴിമതി നടത്തിയാൽ ഇല്ലാ ഉഖ്ദു ബിസ്സിനീൻ, കാലവിപത്തുകൾ പിടികൂടും. വശിദ്ദത്തുൽ മുഊനത്ത്, ഭക്ഷ്യദാരിദ്ര്യം, വിഭവദാരിദ്ര്യം, ശുദ്ധമായൊരു ആഹാരം പോലും കിട്ടാത്ത സാഹചര്യം വരും. വജൗറു സുൽത്താനി അലൈഹിം, അവർക്കെതിരെ ഭരണാധികാരികളുടെ അക്രമം അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യം വരും. അവരുടെ മേൽ ഭരണാധികാരികൾ, അവർക്ക് അനുകൂലമല്ലാത്ത ഭരണാധികാരികളെ കൊണ്ടുവന്ന് അവരുടെ അക്രമം അനുഭവിക്കേണ്ടി വരും. വലം യംനഉ സകാത അംവാലിഹിം, ധനത്തിന്റെ നിർബന്ധ ദാനം സക്കാത്ത് അത് നിർവഹിക്കാതെ, അത് തടയുകയില്ല. ഇല്ല മുനിഉൽ ഖത്റ ഫിസ്സമാ, ആകാശത്ത് മഴ വർഷിക്കുന്നത് തടയപ്പെടും. വലൗലൽ ബഹായിമു ലം യുംതിറു, ബഹീമത്തുകൾ, ഈ കന്നുകാലികൾ, ജീവജാലങ്ങൾ ഇല്ല എങ്കിൽ മഴ വർഷിക്കുകയില്ല. പ്രിയ സഹോദരന്മാരെ, മഴ സുഭിക്ഷമായി വരാൻ കാരണം മൃഗങ്ങളാണ്. ആ മഴ അനുകൂലമായി വരാതിരിക്കാൻ കാരണം മനുഷ്യൻ്റെ പാപങ്ങളുമാണ്. ആരാണ് ഈ ഭൂമിയിൽ ഉത്തമർ? ഈ ഭൂമി അനുകൂലമായ സാഹചര്യത്തിൽ മഴയും വെള്ളവും ഉറവയും ഒക്കെയായി കുടിജലവും ഉണ്ടാകാൻ കാരണം ഈ മൃഗങ്ങളാണെന്ന് പറയുമ്പോൾ
പാപം ചെയ്ത മനുഷ്യരിൽ നിന്ന് എന്തുമാത്രം ദുരിതങ്ങളാണ് ഈ അന്തരീക്ഷത്തിന് സംഭവിക്കുന്നത്, ഈ ഭൂമിക്ക് സംഭവിക്കുന്നത് നാം അറിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മയ്യത്ത് കടന്നു പോകുമ്പോൾ പറഞ്ഞു, മുസ്തരീഹുൻ മിൻഹു ഔ മുസ്തരീഹുൻ ഔ മുസ്തറാഹുൻ മിൻഹു. അദ്ദേഹം വിശ്രമിക്കാൻ വേണ്ടി പോയി, അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് വിശ്രമിക്കുകയാണ് മറ്റുള്ളവർ എന്ന് പറഞ്ഞപ്പോൾ സഹാബിമാർ ചോദിച്ചു, മുസ്തരീഹ് എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ വിശ്രമം, എന്നാൽ മുസ്തറാഹ് മറ്റുള്ളവർ വിശ്രമിക്കും എന്ന് പറഞ്ഞാൽ യസ്തരീഹു മിൻഹു ശജറു വദ്ദവാബു എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മരങ്ങളും ചെടികളും മൃഗങ്ങളും എല്ലാം വിശ്രമിക്കുകയാണ് അയാളെ കൊണ്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ പാപങ്ങൾ എന്തുമാത്രം ദുരിതങ്ങൾ വരുത്തുന്നു നിർത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പാപം ചെയ്യുന്നതിൽ നിന്ന് മടങ്ങുകയും പശ്ചാത്താപമുള്ള മനസ്സായി മാറുകയും ഇസ്തിഗ്ഫാർ പതിവാക്കുകയും ചെയ്യുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.